Good afternoon, students. In the hypersensitivity reactions ആണ് നോക്കുന്നത്. Definition നോക്കാം. Hypersensitivity reactions are immune responses that are exaggerated or inappropriate against an antigen or allergen. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ എൻ്റർ ആയി കഴിഞ്ഞാൽ ബോഡി നോർമലി ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു എക്സാജറേറ്റഡ് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഒരു നോർമൽ ആയിട്ടുള്ളത് നമ്മൾ സെൻസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സെൻസിറ്റീവ് ടുവേർഡ്സ് എൻ ആന്റിജൻ. പക്ഷെ അതൊരു ഹൈപ്പർ ലെവലാണെങ്കിൽ അതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അതിന് അലർജിക് റിയാക്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഒരു ഇൻഡിവിജ്വല് ഒരു അലർജൻ അല്ലെങ്കിൽ ഒരു ആന്റിജനോട് പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ് ആയി അതിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും റിയാക്ഷൻസ് വന്നു കാണും. പക്ഷെ സെക്കൻഡ് ടൈം അത് എക്സ്പോസ്ഡ് ആവുമ്പോൾ ആ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വന്ന് അതൊരു ഡാമേജിങ് മാനറിലാണ് അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. 4 ടൈപ്പാണ് ഇതിനുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ്. ഫസ്റ്റ് നമുക്ക് ടൈപ്പ് 1 റിയാക്ഷൻ നോക്കാം. ഇതിന് അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്നും പറയും. അന മീൻസ് അഗെയിൻസ്റ്റ്, ഫൈലാക്സിസ് മീൻസ് പ്രൊട്ടക്ഷൻ. നോർമൽ നടക്കുന്ന ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ അത് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് നമ്മുടെ ഒരു എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് അനാഫിലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും. ഇത് ഒക്കർ ചെയ്യാൻ 2 to 30 minutes മതി. ഇത് നമ്മൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ ടൈപ്പ് 3 ആണോ എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് റിയാക്ഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ആവുന്ന ആൻറ്റിബോഡിയുടെ ബേസിലാണ്. അപ്പോൾ ടൈപ്പ് 1 റിയാക്ഷനിൽ ആദ്യം ഇനീഷ്യലി പ്രൊഡ്യൂസ് ആവുന്നത് IgE ആൻറ്റിബോഡീസ് ആണ്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസെക്റ്റ് വനം അല്ലെങ്കിൽ പൊള്ളൻ പോലുള്ള അലർജൻസ് ബോഡിയിൽ എൻ്റർ ആവുമ്പോൾ അത് ബോഡി സെൻസിറ്റായി ഇമ്മ്യൂൺ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് IgE ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും. ഈ പ്രൊഡ്യൂസ് ആവുന്ന ആൻറ്റിബോഡീസ് വന്ന് മാസ്റ്റ് സെൽ അല്ലെങ്കിൽ ബാസോഫിലിൻ്റെ സർഫസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. മാസ്റ്റ് സെൽ ബാസോഫിൽ സെൽസ് എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെല്ലാണ്. മാസ്റ്റ് സെല്ല് കണക്റ്റീവ് ടിഷ്യൂ, റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഒക്കെ അവിടെയുള്ള കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മുകളിലാണ് മാസ്റ്റ് സെൽസ് ധാരാളമായിട്ട് കാണുക. ബാസോഫിൽ സെല്ല് ഒരു ബ്ലഡിൽ ഫ്രീ ആയി വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരു ഇമ്മ്യൂൺ സെല്ലാണ്. അപ്പോൾ ഈ 2 സെല്ലിൻ്റെയും പ്രത്യേകത ദേ ആർ ഗ്രാനുലേറ്റഡ് സെൽസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഗ്രാന്യൂൾ ഫോമിൽ ധാരാളം കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, സൈറ്റോകൈനിൻ പോലെയുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഈ സെൽസിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ IgE ആൻറ്റിബോഡി വന്ന് ഈ മാസ്റ്റ് സെല്ലിൻ്റെയും ബാസോഫിലിൻ്റെയും സർഫസിൽ ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡിങ് വന്നിട്ട് ആൻറ്റിബോഡിക്ക് നമുക്കറിയാം 2 പോർഷനാണുള്ളത്. ഒന്ന് V പോലെ ഇരിക്കുന്ന ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റും പിന്നെ താഴെ ഒരു സ്റ്റെം പോർഷനും. ഈ FC പോർഷൻ എന്നാണ് അതിന് പറയുക, FC റിസപ്റ്റർ ബൈൻഡിങ് സൈറ്റ്. ആ FC പോർഷൻ വെച്ചിട്ടാണ് മാസ്റ്റർ സെല്ലിൻ്റെ മുകളിൽ വന്ന് ബൈൻഡ് ആവുന്നത്. ആ V റീജിയൻ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. സെക്കൻഡ് ടൈം ഇതേ ആൻറ്റിജനോട് ബോഡി എക്സ്പോസ്ഡ് ആവുമ്പോൾ ഈ ആൻറ്റിജൻ വന്ന് ഈ ഓൾറെഡി മാസ്റ്റർ സെല്ലിൻ്റെ മുകളിലിരിക്കുന്ന ആൻറ്റിബോഡിയുടെ മുകളിൽ ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു ആൻറ്റിബോഡിയുടെ ഒരു ആമിൻ്റെ മുകളിലും അതിൻ്റെ അഡ്ജസൻ്റ് ഉള്ള ആൻറ്റിബോഡിയുടെ ഒരു ആമിൻ്റെ മുകളിലും അങ്ങനെ ഒരു ബ്രിഡ്ജിങ് പോലെയാണ് ഈ ആൻറ്റിജൻ ബൈൻഡിങ് വരുന്നത്. ഈ ബ്രിഡ്ജിങ് പോലെയുള്ള ബൈൻഡിങ് ഡീഗ്രാനുലേഷൻ ഓഫ് മാസ്റ്റ് സെല്ലിനും ബാസോഫിൽ സെല്ലിനും കാരണമാകും. അതായത് ഈ മാസ്റ്റ് സെല്ല് സ്റ്റിമുലേറ്റ് ആയി അത് പൊട്ടി അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് പുറത്തേക്ക് വരും. ഈ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഇൻഫ്ലമേഷൻ, എഡിമ, എറിഥിമ അല്ലെങ്കിൽ എക്സസ് മ്യൂക്കസ് സെക്രീഷൻ, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഇങ്ങനെയുള്ള റിസൾട്ടൊക്കെ കാണിക്കും. അതിൻ്റെ ഫലമായിട്ട് റെസ്പിറേറ്ററി ബ്രോങ്കൈ അവിടെയൊക്കെയാണ് സ്മൂത്ത് മസിൽസ് ഉള്ളത്. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ആസ്മാറ്റിക് കണ്ടീഷൻ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അനാഫിലാക്റ്റിക് റിയാക്ഷൻ്റെ ഡയഗ്രമാണിത്. ഇതിൽ അലർജൻ വരുന്നു, നമ്മുടെ ബോഡിയിലെ B സെല്ല് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻറ്റിബോഡി വന്ന് മാസ്റ്റർ സെല്ലിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ടൈം ആൻറ്റിജൻ വരുന്നു, അത് ആൻറ്റിബോഡിയുടെ മുകളിൽ ആ ബ്രിഡ്ജിങ് പോലെ ബൈൻഡ് ചെയ്യുന്നു. ഇനി റെസ്പോൺസ് പ്രൊഡ്യൂസ്. 2 ടൈപ്പാണ് അനാഫിലാക്റ്റിക് റിയാക്ഷൻ ഉള്ളത്. ഒന്ന് സിസ്റ്റമിക് ആൻഡ് ലോക്കലൈസ്ഡ് റിയാക്ഷൻ. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡിലേക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ ആൻറ്റിജൻ ഡയറക്റ്റ് പോവുകയാണെങ്കിലാണ് അനാഫിലാക്റ്റിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റ് വെനം അതൊക്കെയാണ് ബ്ലഡിലേക്ക് ആൻറ്റിജൻ ഡയറക്റ്റ് പോകാനുള്ള കാരണം. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്.
ഇനി ഡയറക്റ്റ് ആൻറ്റിജൻ എൻ്റർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഷോക്ക് എന്ന് പറഞ്ഞാൽ BP സഡൻ ആയിട്ട് ലോ ആവുന്ന ഒരു പ്രോസസ്സാണ് ഷോക്ക് എന്ന് പറയുന്നത്. ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻസ് സൈറ്റോകൈൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതെന്ത് കോസ് ചെയ്യും? പെരിഫറൽ ലെവലുള്ള ബ്ലഡ് വെസൽസിൻ്റെ എൻലാർജ്മെൻറ്റ് നടക്കും. അങ്ങനെ എൻലാർജ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് വളരെ ഫ്ലോ വന്നിട്ട് വളരെ സ്മൂത്ത് ആവും. അതേസമയം ബ്ലഡ് പ്രഷർ വളരെ കുറയും. അതാണ് ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. അതൊരു ഫേറ്റൽ കണ്ടീഷനാണ്. മിനിറ്റുകൾക്കകം ഡെത്ത് സംഭവിക്കാം. ഇതിനൊരു പ്രതിവിധി, നമ്മൾ പ്രീലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പിനെഫ്രിൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഇഞ്ചെക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആ BP ഷൂട്ട് ചെയ്യാൻ പറ്റും. പെൻസിലിൻ ഇഞ്ചെക്ഷനോടൊക്കെ അലർജി ഉള്ളവർ ഇതുപോലെ അനാഫിലാക്റ്റിക് ഷോക്ക് കാണിക്കാറുണ്ട്. നെക്സ്റ്റ് ലോക്കലൈസ്ഡ് ആണ്. ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിജൻ ഇൻജസ്റ്റ് ചെയ്യുക, അതായത് കഴിക്കുക, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുക, ശ്വസിക്കുക, അങ്ങനെ സർഫസ് ലെവലിൽ നമ്മുടെ ആൻറ്റിജൻ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിലാണ് നമ്മൾ ലോക്കലൈസ്ഡ് അനാഫിലാക്റ്റിക് റിയാക്ഷൻസ് വരുന്നത്. അതിന് എക്സാമ്പിൾ അലർജിക് റൈനൈറ്റിസ്, ആസ്മ, അതുപോലെ ഫുഡ് അലർജി, അതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. പ്രിവെൻഷൻ മെത്തേഡ്സ്, ദർ ഈസ് only one way to prevent the anaphylactic reaction. അതായത് മെയിനായിട്ട് നമ്മൾ സെൻസിറ്റൈസ് ചെയ്യുന്ന ആൻറ്റിജനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കോണ്ടാക്റ്റ് വന്നിട്ട് അവോയ്ഡ് ചെയ്യുക. അത്രയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവെൻഷൻ മെത്തേഡ്. അതാണ് ചില കേസിൽ ഡ്രഗ്സിനോട് ഇതുപോലെ സെൻസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് നടത്താം. അതായത് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഡ്രഗ് എടുത്ത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സ്കിന്നെ കോണ്ടാക്റ്റ് വരുമ്പോൾ എന്തെങ്കിലും റെഡ്നെസ്സോ ഇൻഫ്ലമേഷനോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതവിടെ ഒരു സെൻസിറ്റിവിറ്റി റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം. ഇനി ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ഉണ്ട്. അത് വൺസ് നമ്മളൊരു ആൻറ്റിജനോട് സെൻസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എഗെയിൻ അത് ഒരു ആദ്യം ലോ ഡോസിൽ അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡോസ് കൂട്ടി അതിനോടുള്ള സെൻസിറ്റിവിറ്റി കുറച്ച് കൊണ്ടുവരിക. അതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് അനാഫിലാക്റ്റിക് റിയാക്ഷനിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് IgE ആൻറ്റിബോഡീസ് ആണ്. അതിന് പകരം നമ്മൾ ഇതിനെ ഡീസെൻസിറ്റൈസേഷൻ ചെയ്ത് IgG ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ഇത് മെക്കാനിസം നടത്തുന്നത്. പക്ഷെ ഇത് എല്ലാ പേഷ്യൻറ്റിനും എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. അടുത്തത് ടൈപ്പ് 2 റിയാക്ഷൻ ആണ്. ടൈപ്പ് 2 റിയാക്ഷൻ നമ്മൾ സൈറ്റോടോക്സിക് റിയാക്ഷൻ എന്ന് പറയും. ഇതിൽ പ്രൊഡ്യൂസ് ആവുന്ന ആൻറ്റിബോഡി IgG ആൻഡ് IgM ആണ്. ഇതിൽ സംഭവിക്കുന്നത് കോംപ്ലിമെന്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ നടക്കും. അത് വരുന്ന ആൻറ്റിജന്റെ ലൈസിസിന് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസിന് കാരണമാകും. ഒന്നുകിൽ ഈ വരുന്ന ആൻറ്റിജൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സെല്ലിന് തന്നെ ഇത് ഒരു ലൈസിസ് സംഭവിക്കാം. അതുകൊണ്ടാണ് സൈറ്റോടോക്സിക് സെൽ ഡെത്ത് അല്ലെങ്കിൽ സെൽ ലൈസിസ് സംഭവിക്കുന്നതാണ് അങ്ങനെ പറയുന്നത്. ഇത് ഒക്കൂർ ചെയ്യാൻ വേണ്ട സമയം 5 to 12 hours ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈറ്റോടോക്സിക് റിയാക്ഷന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ട് 2 തരം സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം, ഒന്ന് RH ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. ABO പ്രകാരം നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്. ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് AB ആൻഡ് ടൈപ്പ് O. ടൈപ്പ് A നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആൻറ്റിജൻ ഉണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. ആൻറ്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ബ്ലഡിലുള്ള RBCനെയാണ്. അപ്പോൾ ടൈപ്പ് A ബ്ലഡ് ആണെങ്കിൽ അതിൽ ആൻറ്റിജൻ വന്നിട്ട് ആൻറ്റിജൻ A ആയിരിക്കും. ആൻറ്റിബോഡി അത് പ്ലാസ്മയിലാണ് ഉണ്ടാവുക, അത് ആൻറ്റിബോഡി B ആയിരിക്കും. ടൈപ്പ് ബിയുടെ കേസിലാണെങ്കിൽ ആൻറ്റിജൻ ബിയും ആൻറ്റിബോഡി എയും. ടൈപ്പ് AB ആണെങ്കിൽ 2 ആൻറ്റിജൻ ഉണ്ടാവും, ആൻറ്റിജൻ A, ആൻറ്റിജൻ B, അതിൽ ആൻറ്റിബോഡീസ് ഒന്നും ഉണ്ടാവില്ല. ടൈപ്പ് O ആണെങ്കിൽ അതിൽ ഒരു ആൻറ്റിജനും ഉണ്ടാവില്ല, 2 ടൈപ്പ് ആൻറ്റിബോഡീസും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്തുന്നത്. നമ്മൾ നോർമലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ടൈപ്പ് A ബ്ലഡ് ഉള്ള ഒരാൾക്ക് ടൈപ്പ് A ബ്ലഡ് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് നമ്മൾ ടൈപ്പ് B ആണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ഹീമോലൈസിസ് അല്ലെങ്കിൽ RBCയുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ടൈപ്പ് A ബ്ലഡ് ഉള്ള റെസിപ്പിയൻറ്റ് അവരുടെ ബോഡിയിൽ ആൻറ്റിജൻ A ഉണ്ട്, ആൻറ്റിബോഡി B ഉണ്ട്.
ടൈപ്പ് ബി ആണ് അവരുടെ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് ആൻറ്റിജൻ ബി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ആൻറ്റിജൻ ആണ് വരുന്നത്. അപ്പോൾ അത് ബോഡിക്ക് അറിയില്ല. അപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ ബോഡിയിലാണെങ്കിൽ ഓൾറെഡി അതിനുള്ള ആൻറ്റിബോഡി ബി ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ആൻറ്റിജൻ ബീനെ നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി ബി ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഹീമോലൈസിസ് സംഭവിക്കും. അപ്പോൾ സെല്ല് വന്നിട്ട് ഡിസ്ട്രോയിഡ് ആവും. ആ ട്രാൻസ്ഫ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാവില്ല, ഡെത്ത് സംഭവിക്കും. ഇതാണ് ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇതിൽ കൺസിഡർ ചെയ്യേണ്ട 2 പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ടൈപ്പ് എ ബിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയിട്ടും ടൈപ്പ് ഒനെ യൂണിവേഴ്സൽ ഡോണർ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്? ടൈപ്പ് എയിൽ യാതൊരു വക ആൻറ്റിബോഡീസും ഇല്ല. അപ്പോൾ ഏത് ഗ്രൂപ്പ് ബ്ലഡ് വേണമെങ്കിലും അതിന് റിസീവ് ചെയ്യാം. അതായത് ഏത് ടൈപ്പ് ആൻറ്റിജനെ വേണമെങ്കിലും റിസീവ് ചെയ്യാം. കാരണം അവിടെ സെൽ ലൈസിസ് സംഭവിക്കാൻ ഒരു തരത്തിലുള്ള ആൻറ്റിബോഡി പ്രസൻ്റ് അല്ല. അതുപോലെ ടൈപ്പ് ഒനെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഏതൊരു ബ്ലഡ് ഗ്രൂപ്പിലേക്കും നമുക്ക് ഒനെ ഡൊണേറ്റ് ചെയ്യാം. കാരണം അതിൽ ഒരു ആൻറ്റിജനും ഇല്ല. ആൻറ്റിജൻ ഉണ്ടെങ്കിലല്ലോ അവിടെ ആൻറ്റിബോഡി റിയാക്ഷൻ വരാൻ കാരണം. അപ്പോൾ കൊടുക്കുന്നതിന് നമുക്ക് ഒയും സ്വീകരിക്കുന്നതിന് നമുക്ക് എ ബിയുമാണ് യൂണിവേഴ്സലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തൊരു സൈറ്റോടോക്സിക് റിയാക്ഷൻ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇവിടെ വരുന്നത് RH ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. നമുക്കറിയാം ഒരു RBCയുടെ മുകളിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ RH പോസിറ്റീവ് എന്നും RH ഫാക്ടർ ഇല്ലെങ്കിൽ അതിനെ RH നെഗറ്റീവ് എന്നും നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% ആളുകൾക്കും RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്. 20% മാത്രമാണ് RH നെഗറ്റീവ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണോ നോക്കുന്നത് പോലെ തന്നെ RH പോസിറ്റീവ് ഉള്ള ആളുകൾക്ക് RH പോസിറ്റീവ് ബ്ലഡ് തന്നെ നമ്മൾ കൊടുക്കണം. അതായത് A പോസിറ്റീവ് ആണെങ്കിൽ A പോസിറ്റീവ് ബ്ലഡ് തന്നെ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. ഇത് സൈറ്റോടോക്സിക് റിയാക്ഷൻ വരുന്ന ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അതായത് ഒരു മദർ വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മദർ. അപ്പോൾ മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വന്ന് RH നെഗറ്റീവ്, ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവ് ആണ്, ഫീറ്റസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവ് ആണ്. അപ്പോൾ മദറിൻ്റെയും ഫീറ്റസിൻ്റെയും ബ്ലഡ് പ്ലാസൻ്റ വഴി അങ്ങോട്ട് ക്രോസ് പാസ് ചെയ്യും. അപ്പോൾ RH പോസിറ്റീവ് ബ്ലഡ് മദറിൻ്റെ ബ്ലഡിലേക്ക് മിക്സ് ആവുമ്പോൾ മദറിൻ്റെ ബ്ലഡിൽ എന്ത് പ്രൊഡ്യൂസ് ആവും? RH ആൻറ്റിബോഡി, RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഫസ്റ്റ് ബേബിയുടെ കേസിൽ ഇത് വലിയ കുഴപ്പമില്ല. ഡെലിവറി കഴിഞ്ഞ് ബോഡിയിൽ നിറയെ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആവുകയാണ്, ഫീറ്റസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പഴയ പോലെ തന്നെ RH പോസിറ്റീവ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ്, മദറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഓൾറെഡി പ്രീവിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള RH ആൻറ്റിബോഡി പ്ലാസൻ്റ വഴി ഫീറ്റസിൻ്റെ ബ്ലഡിലേക്ക് കടന്ന് ഫീറ്റസിൻ്റെ ബ്ലഡ് സെൽസിനെ ലൈസിസ് ചെയ്യും. അപ്പോൾ അത് ഹീമോലൈസിസ് ഓഫ് ഫീറ്റസ് സംഭവിക്കും. അതിനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഇഞ്ചെക്ഷൻസും മെഡിക്കേഷൻസും അവൈലബിൾ ആണ്. എന്നാലും ഇതൊരു എക്സാമ്പിളാണ് സൈറ്റോടോക്സിക് റിയാക്ഷൻ്റെ. അടുത്തത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈറ്റോടോക്സിക് റിയാക്ഷൻ ആണ്. ചില കേസിൽ ഡ്രഗ്സ് ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യും. അതായത് ഡ്രഗിൻ്റെ വളരെ സ്മോൾ മോളിക്യൂൾ ആയിട്ടിരിക്കുമ്പോൾ ഡ്രഗിനെ നമുക്ക് ഹാപ്റ്റൻ എന്ന് വിളിക്കാം. ഹാപ്റ്റൻ ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഹാപ്റ്റൻ ഒരു പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്താൽ അതിന് ആൻറ്റിജനിക് എഫക്റ്റ് വരും. അപ്പോൾ ഇവിടെ ഡ്രഗ് എന്ന് പറയുന്ന ഹാപ്റ്റൻ കമ്പൈൻ ചെയ്യുന്ന പ്രോട്ടീൻ പ്ലേറ്റ്ലെറ്റ് സെൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? അത് ആൻറ്റിജൻ ആയിട്ട് മാറും. അത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്രാജുവലി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഈ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ആൻറ്റിബോഡീസ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സിനെയാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ടിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അത് ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കില്ല. പ്ലേറ്റ്ലെറ്റ്സ് ഒരുപാട് നശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈറ്റോടോക്സിക് റിയാക്ഷൻ വഴി വരുന്നതാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ടൈപ്പ് 3 റിയാക്ഷൻസ് ആണ്.
ടൈപ്പ് 3 റിയാക്ഷൻസിനെ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒക്കർ ചെയ്യാൻ വേണ്ട സമയം 2 to 8 hours ആണ്. ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് നോർമലി ഒരു ആൻറ്റിജൻ ബോഡിയിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഏതെങ്കിലും ഓർഗൻസിൻ്റെയോ ടിഷ്യൂസിൻ്റെയോ സർഫസിലോ അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ലൈനിലോ വന്ന് ഡെപ്പോസിറ്റ് ആയി ആ ഓർഗന് അല്ലെങ്കിൽ ടിഷ്യൂസിന് ഡാമേജ് വരും. അതാണ് ടൈപ്പ് 3 റിയാക്ഷനിൽ വരുന്നത്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൻറ്റിബോഡി IgG ആൻറ്റിബോഡിയാണ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഗ്ലോമർലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നുള്ള കിഡ്നിയുടെ ഒരു ഡിസീസാണ്. IgG ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും, വരുന്ന ആൻറ്റിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. നോർമലി ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് വന്ന് ഫാഗോസൈറ്റോസിസ് വഴി റിമൂവലായി പോവാണ്. പക്ഷെ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ ആ കോമ്പിനേഷനിൽ എന്തെങ്കിലും ആ ഒരു റേഷ്യോയിൽ വേരിയേഷൻ വരുമ്പോൾ, എന്തെങ്കിലും എക്സസീവ് ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് വരികയാണ്, ആ റേഷ്യോയിലൊരു ഡിഫറൻസ് വരികയാണെങ്കിൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫാഗോസൈറ്റോസിസ് എസ്കേപ്പ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് നടക്കാണ്ട് അത് ബ്ലഡിലൂടെ അത് പാസ് ചെയ്ത് മെല്ലെ ഏതെങ്കിലും എൻഡോത്തീലിയൽ മെംബ്രെയിനിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓർഗൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ ബേസ്മെൻറ്റ് ലെയറിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. അവിടെ കിടന്നിട്ട് അത് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ആ എവിടെയാണോ ഡെപ്പോസിറ്റഡ് ആവുന്നത് ആ ഓർഗന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് 4 റിയാക്ഷൻസ് ആണ്. ഇതിനെ നമുക്ക് ഡിലേഡ് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് വിളിക്കാം. കാരണം ഇത് ഒക്കർ ചെയ്യാൻ ഏകദേശം 24 മുതൽ 48 മണിക്കൂർ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇതിന് റിയാക്ഷൻ്റെ എഫക്റ്റ് വരുന്നത്. ഇതിൽ സംഭവിക്കുന്നത് ആക്ടിവേഷൻ ഓഫ് പ്രീ സെൻസിറ്റൈസ്ഡ് T സെൽസ് ആണ് ആൻഡ് ദെർബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ആൻറ്റിജൻ. ഇതിൽ അലർജി കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ, ട്യൂബർക്ലോസിന് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ്, ഇതൊക്കെ ടൈപ്പ് 4 റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ഇവിടെ സംഭവിക്കുന്നത് ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ എക്സ്പോസ്ഡ് ആയാൽ അതെന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവും. അതുപോലെ ഒരു ഇമ്മ്യൂൺ സെല്ല്, മാക്രോഫേജ് എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ സെല്ല് വന്ന് ഈ ആൻറ്റിജനെ ഫാഗോസൈറ്റ് ചെയ്യും. ഫാഗോസൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സെല്ലാണ് ഈ ആൻറ്റിജനെ ഫാഗോസൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്നതെങ്കിൽ ഈ ആൻറ്റിജനെ അതെന്ത് ചെയ്യും, ഗ്രാജുവലി CD4 T സെല്ല് അല്ലെങ്കിൽ ഹെൽപ്പർ T സെല്ല് അല്ലെങ്കിൽ CD8 T സെല്ല് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് സെല്ല് ഏതെങ്കിലും ഒരു ഇമ്മ്യൂൺ സെൽസിന് അത് പ്രസന്റ് ചെയ്യും. ഈ T സെൽസ് ആക്ടിവേറ്റ് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും, ആൻറ്റിജനെ കില്ല് ചെയ്യും. അതാണ് നോർമൽ നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം. ഈ കില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് മെമ്മറി T സെൽസ് ഫോം ചെയ്യും. ആ മെമ്മറി T സെൽസ് ഫോം ചെയ്താൽ അതിൻ്റെ അർത്ഥം പേഴ്സൺ ഈസ് സെൻസിറ്റൈസ്ഡ് വിത്ത് ദാറ്റ് ആൻറ്റിജൻ. അപ്പോൾ ഒരിക്കൽ ഈ ആൻറ്റിജൻ വന്നതിൻ്റെ മെമ്മറി ഈ ബോഡിയിൽ ഉണ്ടാവും. സെക്കൻഡ് ടൈം റീ എക്സ്പോഷർ വരികയാണെങ്കിൽ ഈ മെമ്മറി സെൽസ് ആദ്യം വന്ന് ആക്ടിവേറ്റഡ് ആവും. അത് ഡയറക്റ്റ് T സെൽസിനെ സെൻസിറ്റൈസ് ചെയ്യിക്കും. അതുപോലെ സൈറ്റോകൈൻസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്രൊഡ്യൂസ് ആവും, ആൻറ്റിജനെ ഡിസ്ട്രോയ് ചെയ്യും. പക്ഷേ അത് വന്നിട്ട് ഇൻഫ്ലമേഷൻ, എക്സസീവ് ലെവലിലുള്ള ഒരു ഇൻഫ്ലമേഷൻ റിയാക്ഷൻസ് കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്യൂബർക്ലോസിസ് ടെസ്റ്റിന് നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ ഹെൽപ്ഫുള്ളാണ്. അതായത് ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഇതിന് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ കോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യും. അതായത് ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്നുള്ളത്, ഒരു പേഷ്യൻറ്റിന് ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ആദ്യം ഏതെങ്കിലും ആ ഒരു ബാക്ടീരിയയുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കമ്പോണൻറ്റ് അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അതിനൊരു ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ സ്മോൾ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ബോഡിയിൽ ട്യൂബർക്ലോസിൻ്റെ ബാക്ടീരിയ ഉണ്ട്, അതിനോട് അപ്പോൾ സെൻസിറ്റൈസേഷൻ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിന് സാമ്പിളിന് അതൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും.
അതൊരു 1 to 2 ഡേയ്സിനുള്ള റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ട്യൂബർക്കിൾ ബാസിലെ ഓൾറെഡി ഡിസീസ് കോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. TB ആ പേഷ്യൻറ്റിന് TB വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പം ഇത്രയാണ് സൈറ്റോടോക്സിക് റിയാക്ഷൻ. So thank you.